ഹലോ, ഇന്ന് നമ്മൾ ഷേക്സ്പിയർ സ്റ്റഡീസിലെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കയറി ചെക്ക് ചെയ്യുക, പ്ലേലിസ്റ്റിലുണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഷേക്സ്പിയർ സോഴ്സസും വുമൺ ക്യാരക്ടേഴ്സ് ഇൻ ഷേക്സ്പിയേഴ്സ് പ്ലേ, അതുപോലെ തന്നെ കാലിബൻ, നമ്മുടെ ടെമ്പസ്റ്റിലെ കാലിബൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതും കൂടെ നോക്കിയിട്ട് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് എസ് എ ചോദിക്കുന്നത് 15 മാർക്കിനാണ്. 15 മാർക്കിന് 4 പുറമാണ് എഴുതേണ്ടത്. അത് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഗൈഡ് ലൈൻ പോലെ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പറയും എത്ര പേജ് വേണമെന്ന്. അപ്പോൾ 4 പേജ് എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ പോയിൻറ്റ് വൈസ് ആയിട്ട് വെക്കുക. ആ പോയിൻറ്റ് നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ച് വയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഈ പോയിൻറ്റ്സ് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ ആൻസർ ഷീറ്റിൽ തന്നെ ആൻസർ എഴുതുന്ന ആ ഷീറ്റിൽ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും കുറിച്ച് വയ്ക്കുക. ലാസ്റ്റിക്ക് ടൈം കിട്ടാതെ ആകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർമ്മ കിട്ടുന്ന സമയത്ത് തന്നെ അവിടെ എഴുതി വയ്ക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ 5 പോയിൻ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ 5 പോയിൻ്റ് ഇലാബറേറ്റ് ചെയ്ത് ഓരോരോ പാരഗ്രാഫ് ആക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു പേജ് അല്ലെങ്കിൽ ആ 4 പേജൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഉൾപ്പെടെ ഇതുപോലെ പാരഗ്രാഫ് വൈസ് ആക്കി തിരിച്ചിട്ട് എഴുതാം. അപ്പോൾ നിങ്ങളുടെ എസ്സേക്ക് ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ 3 ക്വസ്റ്റ്യൻ്റെയും ഇതുപോലെ കീ പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എലാബറേറ്റഡ് വേർഷൻ എസ്സേ ആയിട്ടും ഞാൻ കാണിക്കുന്നുണ്ട്. ഈ പോയിൻ്റ് ഇലാബറേറ്റ് ചെയ്തിട്ടുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് ആക്കിയിട്ട് കീപ്പ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് അത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോയിൻറ്റ്സ് വിട്ടുപോകാതെ ഓർത്ത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എസ്സേ അബൌട്ട് ഷേക്സ്പിയർ സോഴ്സസ് ആണ്. അപ്പോൾ നമുക്ക് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ദെൻ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഏതൊക്കെയെന്ന് എഴുതാം. അത് ഞാൻ എസ്സേ പാർട്ടിൽ പറയുന്നുണ്ട്. എസ്സേ പാർട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ പിന്നെ ഇറ്റാലിയൻ ആൻഡ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ വരുന്നുണ്ട്. ദെൻ പിന്നെ കണ്ടംപററി, പ്രോസ് ആൻഡ് ഡ്രാമ. അപ്പോൾ ഇതൊക്കെ ഓരോരോ പാരഗ്രാഫാക്കി നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് എഴുതി കൊടുക്കുക. ഏതൊക്കെ പാർട്ടിൽ നിന്നാണ്, ഏതൊക്കെയാണ് ആ വർക്ക്, അതും കൂടെ ആസ് യു ലൈക്ക് ഇറ്റ് എന്നൊക്കെ പറയുമ്പോൾ അഡാപ്റ്റഡ് നോവൽ ലൈക്ക് റൊസാലിൻ അതിന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് എലാബറേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ഷേക്സ്പിയേഴ്സ് ട്രാൻസ്ഫോർമേഷൻസ്, ക്രിയേറ്റഡ് ന്യൂ ക്യാരക്ടേഴ്സ്, റെസ്ട്രിക്റ്റഡ് ഇവൻറ്റ് ആൻഡ് എൻഹാൻസ്ഡ് പോയറ്റിക് എക്സ്പ്രഷൻ ഫോർ ഡ്രാമാറ്റിക് എഫക്റ്റ്. അപ്പോൾ ഒരുപാട് വർക്ക്സ് അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്ത് അദ്ദേഹത്തിൻ്റെ രീതിക്ക് കുറേ ക്യാരക്ടേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ ഒരുപാട് വർക്ക്സ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. ദെൻ ഒരു കൺക്ലൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എസ്സേ പെർഫെക്റ്റ് ആയി. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഷേക്സ്പിയേഴ്സ് വുമൺ ക്യാരക്ടേഴ്സ് ആണ്. അത് പേജ് നമ്പർ 31 വരുന്നത്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലാണെന്ന് തോന്നുന്നു. അതുകൂടെ നിങ്ങൾ വായിച്ച് നോക്കുക. ഷേക്സ്പിയർ വുമൺ ക്യാരക്ടേഴ്സിനെ പറ്റി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് ഒരുപാട് വർക്ക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉള്ള വുമൺ ക്യാരക്ടേഴ്സ് ഓരോരോ പർട്ടിക്കുലർ വുമൺ ടൈപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഹാംലെറ്റിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ മാക്ബത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് മെർച്ചൻ്റ് ഓഫ് വെനീസിൽ വരുമ്പോൾ ഇൻ്റലിജൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹാംലെറ്റിലൊക്കെ വരുമ്പോൾ ഒരുപാട് പവർ ഡൈനാമിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാം. പവറിന് വേണ്ടിയിട്ട് ഭർത്താവിനെ കൊല്ലുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഓരോരോ കാറ്റഗറി വൈസ് തിരിച്ചെഴുതാം. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കീ പോയിൻറ്റ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഷേക്സ്പിയേഴ്സ് ഫീമെയിൽ ക്യാരക്ടർ റേഞ്ച് ഫ്രം ട്രാജിക് വിക്ടിം ടു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമൺ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാവരുടെയും ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ ആക്കിയിട്ട് ഒരു നിങ്ങളുടെ എസ്സേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടതെന്ന് ഞാൻ ഇതിൻ്റെ എൻഡിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ എസ്സേ ഞാൻ എൻഡിൽ കാണിക്കാം. അപ്പോൾ അത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ദെൻ ട്രാജിക് വിക്ടിംസ് എന്ന് പറയുമ്പോൾ ഹാംലെറ്റിലോ ഒതെല്ലോ മാക്ബത്തിലൊക്കെ ഒരുപാട് ട്രാജിക് വിക്ടിംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒഫീലിയ, കൺട്രോൾഡ് ബൈ മെൻ. ഒഫീലിയ ഹാംലെറ്റിൽ വരുന്നൊരു ക്യാരക്ടർ, ലാസ്റ്റ് അവൾ മരിക്കുന്നൊക്കെ ഉണ്ട്. ദെൻ ഡെസ്റ്റിമോണ വരുന്നുണ്ട്. ഡെസ്റ്റിമോണ വിശ്വാസം ഇല്ലാതായിട്ട് നമ്മുടെ ഒതെല്ലോയിൽ വരുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവളെ സംശയമായിട്ട് കൊല്ലുന്നുണ്ടല്ലോ ഒഫീലിയ ഡെസ്റ്റിമോണനെ. അപ്പോൾ ലോയൽ ബട്ട് ഫാൾസ്ലി അക്യൂസ്ഡ് കിൽഡ് ബൈ ഒതെല്ലോ. അപ്പോൾ ട്രാജിക് വിക്ടിംസ് ആണ് അവരെല്ലാം. ദെൻ ലേഡി മാക്ബത്ത് വരുന്നുണ്ട്. അംബീഷ്യസ് ബട്ട് കൺസ്യൂംഡ് ബൈ ഗിൽട്ട്. അപ്പോൾ ഇതിൽ തീമായിട്ട് വുമൺ സഫർ അണ്ടർ മെയിൽ ഡോമിനൻസ് ആയിട്ട് നമുക്കൊരു പാരഗ്രാഫ് കൊടുക്കാം ട്രാജിക് വിക്ടിംസ് ആയിട്ട്. ദെൻ ജെൻഡർ റോൾ ചലഞ്ചേഴ്സ്. 12th നൈറ്റിലും മെർച്ചൻ്റ് ഓഫ് വെനീസിലും ആസ് യു ലൈക്കിലും ഒക്കെ അവർ ഡിസ്ഗൈസ് ചെയ്തിട്ട് വേറെ രൂപത്തിൽ വരുന്നുണ്ട്, ആൺവേഷം കെട്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു അതൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സാണ് ഷേക്സ്പിയേഴ്സിൻ്റെ വുമൺ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ വുമൺ റെപ്രസെൻറ്റേഷൻ ആണ് അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം.
പിന്നെ നമുക്ക് തേർഡ് പാരഗ്രാഫ് ആക്കിയിട്ട് എന്ത് കൊടുക്കാം, പവർ ആൻഡ് ഇൻഫ്ലുവൻസ് ആൻ്റണി ആൻഡ് ക്ലിയോപാട്രയിലും ഹാംലെറ്റിലൊക്കെ ആ ഒരു പോയിന്റിൽ വരുന്നുണ്ട്. വുമൺ ക്യാരക്ടേഴ്സിനെ ഷേക്സ്പിയർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എലാബറേറ്റഡ് വേർഷൻ ഞാൻ ഈ സ്ക്രീനിൽ ഈ പോയിന്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കാം കേട്ടോ. ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് എന്താ മെമ്മറൈസേഷനൊക്കെ നിങ്ങൾക്ക് പോയിന്റ്സ് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാവും ഇങ്ങനെ ചെയ്യുന്നത്. അതിനാണ് ഞാനിങ്ങനെ കീ പോയിന്റ്സ് ആക്കിയിട്ട് കാണിക്കുന്നത് കേട്ടോ. നമുക്കിനി വിറ്റി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് 12th നൈറ്റിൽ തന്നെ കാണാം നമ്മുടെ ഒലീവിയൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റേഴ്സിൽ തന്നെ നിങ്ങൾ എടുത്ത് എഴുതുക. നമ്മൾ പഠിച്ച കാര്യങ്ങളിലെ എക്സാമ്പിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടി പറ്റും. ദെൻ പിന്നെ ഇത്രയും കാര്യങ്ങളെല്ലാം കൺക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺക്ലൂഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുള്ള മെയിൻ പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു കൺക്ലൂഡ് ചെയ്ത വേർഷനാണ് നിങ്ങൾക്ക് കൺക്ലൂഷനായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എസ്സേയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അതൊക്കെ നിങ്ങൾ കൺക്ലൂഷനിൽ പറയണം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ എസ്സേ വരുന്നത്. വില്യം ഷേക്സ്പിയർസ് പ്ലേ പ്രസൻറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ഫീമെയിൽ ക്യാരക്ടർ ഫ്രം ട്രാജിക് ഹീറോയിൻ ടു വിറ്റി ഇൻഡിപെൻഡൻറ്റ് വുമൺ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കുക. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പിൽ എഴുതി വയ്ക്കാം. ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നു. ഇങ്ങനെ പോയിൻ്റ് വൈസ് ആക്കിയിട്ടൊക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടെ വേഗം പെട്ടെന്ന് എഴുതാൻ വേണ്ടി പറ്റുന്നതായിട്ട് എനിക്ക് തോന്നി. അതാണ് നിങ്ങൾക്കും കൂടെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് പാരഗ്രാഫൊക്കെ തിരിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ആ എസ്സേ. നിങ്ങളിതൊന്ന് വായിച്ച് നോക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി തന്നെ വെക്കുക. കീ പോയിൻറ്റ്സ് എഴുതി തന്നെ വെക്കുക. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഇലാബറേറ്റ് ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇത് കാണാതെ പഠിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കാലിബൻ ഇൻ ദി ടെമ്പസ്റ്റിൽ കാലിബൻ്റെ റെപ്രസെൻറ്റേഷനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ പറയാം. കാലിബൻ ഇസ് ദി സൺ ഓഫ് ദി വിച്ച് സൈക്രോക്സ്. അപ്പോൾ നമുക്കറിയാം സൈക്രോക്സ് എന്ന് പറയുന്ന ഒരു വിച്ചിൻ്റെ സണ്ണാണ് കാലിബൻ. പിന്നീട് നമ്മുടെ പ്രോസ്പെരോ അങ്ങോട്ട് വരുന്ന സമയത്ത് അദ്ദേഹം അവിടെ കീഴടക്കുകയാണ്. അപ്പോൾ നമുക്കതൊരു കൊളോണൈസൽ ആ ഒരു ഇതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. പിന്നെ അവിടെ ഭരിക്കുന്നതൊക്കെ പ്രോസ്പെരോ ആണ്. അപ്പോൾ കാലിബൻ എന്താവുകയാണ്, അദ്ദേഹത്തിൻ്റെ അടിമയായിട്ട് മാറുകയാണ്. അപ്പോൾ കാലിബൻ ഒരു കൊളോണൈസ്ഡ് പേഴ്സൺ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ നിങ്ങൾക്ക് ഹി റെപ്രസെൻറ്റ് നേച്ചർ, കൊളോണിയലിസം ആൻഡ് സ്ട്രഗിൾ ഫോർ പവർ. ആൻഡ് ഹിസ് ക്യാരക്ടർ ഇവോക്സ് ബോത്ത് ഫിയർ ആൻഡ് സിമ്പതി അതുപോലെ തന്നെ ഫിയറും നമുക്ക് വരുന്നുണ്ട്. ദെൻ മേക്കിംഗ് ഹിം വൺ ഓഫ് ദി മോസ്റ്റ് കോംപ്ലക്സ് ഫിഗേഴ്സ് ഇൻ ദി പ്ലേ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആദ്യം കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് ഓരോരോ പോയിൻറ്റ്സ് ആക്കിയിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാലിബൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ അതിലൊരുപാട് ഇൻസ്റ്റൻസ് വരുന്നുണ്ട്. എന്താണ് കാലിബൻ്റെ റിബല്യനും റെസിസ്റ്റൻസ്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, ചതിക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആ ഇൻസിഡൻ്റൊക്കെ നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സെക്കൻഡ് പാരഗ്രാഫിൽ അങ്ങനെ കൊടുക്കാം. ഇതുപോലെ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ. ദെൻ പിന്നീട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, കാലിബൻ ആൻഡ് തീം ഓഫ് ലാംഗ്വേജ്. കാലിബനെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് എന്താ ഒരു റൂറൽ ഏരിയയിലുള്ളതല്ലേ, അപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത ലാംഗ്വേജ്. അപ്പോൾ പ്രോസ്പെരോ എന്താ പഠിപ്പിക്കുന്നുണ്ട്. ദെൻ കാലിബൻസ് ട്രാൻസ്ഫോർമേഷൻ ടു ഫൈനൽ റോൾ. കാലിബൻ പിന്നീട് ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നിങ്ങൾക്ക് സ്റ്റോറിയിലുള്ള ഇവൻറ്റ്സും കൂടെ ചേർത്ത് എഴുതുക. അപ്പോൾ ഒന്ന് ഇലാബറേറ്റ് ആവട്ടോ എസ്സേ. ദെൻ പിന്നെ കൺക്ലൂഷനിൽ എന്താ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. അപ്പോൾ എങ്ങനെയാണ് എസ്സേ വരുന്നത് എന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കാം. ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഓരോ പാരഗ്രാഫായിട്ടാണ് ഇതിൽ തിരിച്ചിട്ടുള്ള അതിലുള്ള കീ പോയിൻറ്റ്സ് ആണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ആ കീ പോയിൻറ്റ്സിൻ്റെ ഇലാബറേറ്റഡ് വേർഷനാണിത്. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കുക. അങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഈവൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും, എന്നാലും ഇങ്ങനെ ഈ കീ പോയിൻറ്റ്സ് ആയിട്ട് വെക്കുമ്പോൾ ഒന്നുകൂടെ സിമ്പിളാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ കീ പോയിൻറ്റ്സും അതുപോലെ ആ എസ്സേയും തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ പഠിക്കാൻ സിമ്പിളാവും. ഇപ്പം എനിക്ക് കീ പോയിൻറ്റ്സൊക്കെ എഴുതാൻ ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആൻസറും കീ പോയിൻറ്റ്സും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്തിട്ട് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതുപോലെ കീ പോയിൻറ്റ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്